വിശുദ്ധ ജർമെയിൻ കുസിൻ ജർമീന 1579 ഫ്രാൻസിലെ പിബ്രെ എന്നു പേരുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ജർമെയിൻ ജനിച്ചത്. ഒരു ദരിദ്ര കർഷക കുടുംബമായിരുന്നു അവളുടേത്. ധനത്തിൽ ദരിദ്രരായിരുന്നെങ്കിലും പുണ്യത്തിൽ അവർ സമ്പന്നരായിരുന്നു. ക്ലേശങ്ങളുടെ ശയ്യയിലേക്കാണ് അവൾ ജനിച്ചു വീണത്. അവളുടെ ഒരു കരം ശോഷിച്ചതും ആകാരം വിരൂപവുമായിരുന്നു. കണ്ഠമാല എന്ന രോഗം അവളെ ബാധിച്ചിരുന്നു. എല്ലാത്തിന്റെയും പൂർത്തീകരണം എന്ന നിലയിൽ അവൾ പിള്ളത്തൊട്ടിലായിരുന്ന കാലത്തു തന്നെ അവളുടെ മാതാവ് മരണമടഞ്ഞു. അധികം താമസിക്കാതെ പിതാവ് പുനർവിവാഹം ചെയ്തു. അതോടെ വിശുദ്ധയുടെ ജീവിതം ദുരിതങ്ങളുടെ വിളഭൂമിയായി മാറി. വെറും 6 വയസ്സു മാത്രം പ്രായമുള്ളപ്പോൾ ജർമ്മയെ അവർ വീട്ടിൽ നിന്നും പുറത്താക്കി. അവരുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നേക്കാമെന്നതായിരുന്നു കാരണം. ഭാര്യയുടെ പ്രേരണയ്ക്ക് വശംവദനായ പിതാവ് അവളെ ആടുകളെ മേയ്ക്കുവാൻ ഏൽപ്പിച്ചു. ആ ജോലി പ്രഭാതം മുതൽ അസ്തമയം വരെ വയലിലും രാത്രി മുഴുവൻ തൊഴുത്തിന്റെ ഒരു കോണിലും കഴിച്ചുകൂട്ടുന്നതിന് അവളെ നിർബന്ധിതയാക്കി. അതികഠിനമായ ശൈത്യത്തിലും അത്യുഗ്രമായ വേനൽക്കാലത്തും ആടുകളെ മേയിച്ചുകൊണ്ട് അവൾ വയലിലൂടെ നടന്നു. രുചി കുറഞ്ഞ കറുത്ത അപ്പമാണ് അവൾക്ക് ഭക്ഷണമായി ലഭിച്ചിരുന്നത്. അതാവട്ടെ വളരെ കുറച്ചു മാത്രവും. അവൾ ശയിച്ചിരുന്നത് വൈക്കോലുകൊണ്ടുള്ള കിടക്കയിലായിരുന്നു. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട അവളെ ദൈവം കൂടുതലായി സ്നേഹിച്ചു. നിരവധി സ്വർഗീയ ആനന്ദങ്ങൾ കൊണ്ട് ദൈവം വിശുദ്ധയെ അനുഗ്രഹിച്ചു. ശരീരപീഠകളും മനോവ്യഥകളും വർദ്ധിക്കുമ്പോൾ വിശുദ്ധ തന്റെ സഹനങ്ങൾ മിശിഹായുടേതിനോട് തുലനം ചെയ്യുകയും അങ്ങനെ ആശ്വാസം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ആടുകളെ മേയിച്ചിരുന്ന വയലിനടുത്ത് സ്ഥിതി ചെയ്തിരുന്ന കപ്പേളയിൽ സാധ്യമാകുമ്പോഴെല്ലാം ദിവ്യബലിയിൽ വിശുദ്ധ പങ്കെടുക്കുമായിരുന്നു. വിശപ്പടക്കുവാനുള്ള ഭക്ഷണം പോലും വിശുദ്ധയ്ക്ക് ഇളയമ്മ കൊടുത്തിരുന്നില്ല. എന്നിട്ടും ലഭിച്ചിരുന്നതിൽ നിന്ന് ഒരു പങ്ക് അവൾ ദരിദ്രർക്കായി നൽകിപ്പോന്നു. അതികഠിനമായ പീഡകൾ ക്ഷമയോടെ ഒരു പരാതിയും കൂടാതെ സഹിച്ച വിശുദ്ധയുടെ ജീവിതത്തിലൂടെ ധാരാളം അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിച്ചു. ഒരിക്കൽ ജർമെയിൻ തന്റെ ഭക്ഷണം ദരിദ്രർക്ക് കൊടുക്കുന്നു എന്നറിഞ്ഞ ഇളയമ്മ അവളെ ശിക്ഷിക്കുന്നതിനായി ഒരു വടിയെടുത്ത് വയലിലേക്ക് ഓടി. അവളുടെ ക്രൂരമർദ്ദനത്തിൽ നിന്ന് വിശുദ്ധയെ രക്ഷിക്കുവാനായി 2 പേർ ആ സ്ത്രീയുടെ പിന്നാലെ ഓടി വയലിലെത്തി. അപ്പോഴേക്കും ആ ക്രൂരയായ സ്ത്രീ